ഹായ് ഗായ്സ്, കുറേ ദിവസം കൂടെ നമ്മുടെ ചാനലിനകത്ത് ലോങ് വീഡിയോസ് ഇടണം കേട്ടോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആക്ച്വലി എന്റെ കൂടെ ഇൻട്രോ എടുക്കാൻ വേണ്ടി കൊച്ചുമോളോട് വരാന്ന് പറഞ്ഞാണ്. കൊച്ചുമോളെ ബാ 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 കൊച്ചുമോളെ അടുക്കളയിൽ പോയി നിൽക്കുകയായിരുന്നു. ഇൻട്രോ എടുക്കുമ്പോഴത്തേക്ക് കൊച്ചുമോളും കൂടെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം പറട്ടെ. നമ്മൾ കുറെ ദിവസമായിട്ട് ഈ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോഴത്തേക്കും പല ആൾക്കാരും ഇങ്ങനെ കമന്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്, ഷോർട്ട് മാത്രമല്ലേ ഇടുന്നുള്ളൂ എന്നുള്ളതൊക്കെ. അപ്പോ നമ്മൾ ഇപ്പൊ തീരുമാനിച്ചു, എപ്പോഴും നമ്മൾ വിചാരിക്കും കുറെ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യണം നമ്മുടെ വിശേഷമൊക്കെ മിസ് ചെയ്യുന്നെന്നും പറഞ്ഞ് കുറച്ചുപേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ. അപ്പൊ എന്തായാലും എടുക്കണമെന്നും പറഞ്ഞ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ അങ്ങ് മാറി 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 പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഷോർട്ട് വീഡിയോയിലോട്ട് ഒതുക്കി നിർത്തിയത്. പക്ഷെ നമ്മൾ ഇനി ഒതുക്കുന്നില്ല, ഇനി നമ്മള് ഫുൾ ആക്റ്റീവ്. നമ്മളെപ്പോഴും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിലെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തറിയിക്കുന്നതോട് നമുക്ക് താല്പര്യമില്ല. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പുറത്തറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആക്ച്വലി അച്ഛനും കൂടെ വന്നിട്ട് വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. അച്ഛൻ നിന്ന് അവർക്ക് ചങ്ങനാശ്ശേരി പോകേണ്ടി വന്നു. അവൾ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് വരും, അല്ലെങ്കിൽ എന്തായാലും നാളെയായിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ വീഡിയോ ചെയ്യാനായിട്ട് അല്ലെ, ലോങ് വീഡിയോ ചെയ്യാനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഒരു പാലസ്തീൻ മക്ലൂബ. നിങ്ങൾ അത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പേര് പാലസ്തീനിയൻ മക്ലൂബ എന്നുള്ളതാണ്. അടുത്ത ദിവസം നമ്മളത് ചെയ്യുന്നതായിരിക്കും, വീഡിയോ ചെയ്യും. അല്ല, ആക്ച്വലി നമ്മൾ ഇന്ന് രാവിലെ അത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. പക്ഷെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇല്ലായിരുന്നു. അറബിക് മസാലയും ഞാൻ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കൊച്ചുമോള് എല്ലും കപ്പ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലായിടത്തും വെച്ചേക്കുക. അപ്പൊ ഞാൻ പറയും എല്ലും കപ്പ ഉണ്ടാക്കാൻ, കാരണം എനിക്ക് എല്ലും കപ്പയും കഴിക്കാൻ പറ്റില്ല, ഞാൻ ഡയറ്റാ. ബീഫും കഴിക്കാൻ പറ്റില്ല, കപ്പയും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പാലസ്തീൻ മക്ലൂബ എന്ന് പറഞ്ഞ ഐറ്റം ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ, അത് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 സാധനം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് നാളെ അത് ഉണ്ടാക്കാം. എല്ലും കപ്പ എന്തായാലും എടുത്ത് ഫ്രിഡ്ജ് വെച്ചല്ലോ, അപ്പൊ എല്ലും കപ്പ ഉണ്ടാക്കാം. അപ്പൊ ആലപ്പുഴ എല്ലും കപ്പയാണ് സ്റ്റൈൽ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവാം. അപ്പൊ എന്തായാലും ഇത് കൊച്ചുമോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എല്ലും കപ്പയാണ്. ഇനി അച്ചു വന്നാലും വലിയ കാര്യമൊന്നുമില്ല, കാരണം അച്ചുവിന് നോമ്പായതുകൊണ്ട് അവർക്ക് എന്തായാലും ബീഫ് കഴിക്കാനായിട്ട്. ചേച്ചി നോമ്പാണ്, അപ്പൊ ചേച്ചിക്ക് എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല. ആരും നോമ്പെടുക്കാറില്ല ഇവിടെ. അല്ല, ഞാൻ പണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു നോമ്പ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിനാരും തെറി വിളിക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എല്ലും കപ്പയും. സോ അങ്ങനെ കൊച്ചുമുള്ള പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, പ്രധാനപ്പെട്ട 2 സാധനങ്ങൾ. നല്ല ബീഫ്, പോത്തിന്റെ എല്ല്, നല്ല നെയ്യുള്ള എല്ലാണ് കേട്ടോ. പിന്നെ നമ്മുടെ കപ്പ, ഫസ്റ്റ് നമുക്ക് കപ്പ വേവിക്കാൻ ഇടാവേ. കുക്കറിനകത്തിട്ട് ചുമ്മാ 2 വിസിൽ. നമ്മൾ കഴിഞ്ഞ ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് വെന്തില്ലായിരുന്നു. നമുക്ക് 2 വിസിൽ കേൾപ്പിച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കാം. ഞങ്ങൾ കറക്റ്റ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കറണ്ട് പോയി. നമ്മുടെ ഇവിടുത്തെ ട്യൂബ് ലൈറ്റ് ഇല്ല. പിന്നെ നമ്മൾ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് ഈ ഒരു ലൈറ്റിന്റെ പ്രകാശത്തിലാണ് നമ്മളിപ്പോ വീഡിയോസ് ഒക്കെ, ചെറിയ ലൈറ്റിന്റെ പ്രകാശത്തിലാണ് ഇപ്പൊ ചെയ്യുന്നത്. അത്രയുണ്ട്. ഈ പല ആൾക്കാരും നമ്മുടെ വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്യുന്ന സംഭവമാണ് അടുക്കളയുടെ ഒരു വിഷയം അല്ലെ. യെസ്, അടുക്കളയുടെ ഒരു സംഭവം ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് സംഭവം പറയാം. അതായത് ആക്ച്വലി നിങ്ങളിപ്പോ കാണുന്നത്, നമ്മൾ ഈ കാണുന്ന അടുക്കള കണ്ടോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള ആയിരുന്നില്ല. അതാണ് ഇതിന്റെ അടുക്കള അല്ലായിരുന്നു. ഇത് നമ്മൾ പിന്നീട് നമുക്ക് ചെറിയ, അതായത് നമ്മുടെ വീട്ടിലെ അടുക്കള എന്ന് പറയുന്നത് ആ കാണുന്ന മുറി ഉണ്ടോ, ഇതായിരുന്നു. അതായത് ഇപ്പൊ ഡൈനിങ് ടേബിളിന്റെ അപ്പുറത്ത് കാണുന്നതായിരുന്നു നമ്മുടെ യഥാർത്ഥ അടുക്കള എന്ന് പറയുന്നത്. ആ അടുക്കള നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് മറ്റു കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അവിടെ ഇങ്ങോട്ട് നമ്മൾ മാറ്റിയതാണ്. മാറ്റി അടുക്കള ഇങ്ങോട്ട് ആക്കിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഒട്ടും ഇല്ല. ഞാൻ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അതായത് ഇതിന് കൈ നീന് പൊക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതിന്റെ മുകളില് ഇത് കണ്ട, ഇവിടെ ഇങ്ങനെ ഈ കറുപ്പ് ബ്ലാക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ കുറെ പേര് കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അടുക്കളയ്ക്ക് വൃത്തിയില്ലെന്ന്. ആക്ച്വലി ഇത് വൃത്തിയില്ലാത്തതിന്റെതല്ല, അല്ല ഈ പാത്രം മറ്റേ ചുമരും കാര്യങ്ങളൊക്കെ. ചുമരിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ പഴയ, അതായത് ഇപ്പൊ ഈ അടുക്കള നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് പഴയ വീടിന്റെ ബാത്റൂമുള്ള നിന്നിരുന്ന ഏരിയ ആണ്. അപ്പൊ നമ്മളത് മൊത്തം, അതായത് ബാത്റൂം എല്ലാം മൊത്തം പൊളിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് സൈഡിൽ ഭിത്തി നമുക്ക് പൊളിക്കാൻ വേണ്ടി അന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ നമുക്ക് മൊത്തം വീട് ഫുള്ള് പൊളിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അന്ന് ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഭിത്തി നിർത്തിക്കൊണ്ട് ബാക്കി മൊത്തം നമ്മൾ തറ ഉൾപ്പെടെ ബാക്കി മൊത്തം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഏരിയ കണ്ടത് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇവിടം വരെ പഴയ ബാത്റൂമിന്റെ ഭിത്തിയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വേറൊരു വർക്ക് ഏരിയ പോലെ നമ്മൾ എടുത്തതാണ്. അപ്പൊ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അതെ, പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ നമ്മള് ചെയ്തതേ ഉള്ളൂ. ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്കുണ്ടായ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊളിച്ചു കളയാൻ പറ്റില്ലായിരുന്നു. ഇത് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ മൊത്തത്തിലുള്ള പരിപാടി ചിലപ്പോൾ വീട് തന്നെ ഇടിച്ചു പൊളിഞ്ഞ് വീടുമായിരുന്നു. അപ്പൊ നമ്മൾ ഇത് പൊളിച്ചു കളയാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്ക് ആ വെള്ളം അകത്തേക്ക് ഈ കലിച്ചു വരിക എന്ന് പറയും. ഈ കലിക്കുക എന്നാണ് നമ്മളതിന് പറയുക. ആ കലിച്ചിറങ്ങുന്ന പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു ആക്ച്വലി.
അപ്പോ ഇതെല്ലാം ഇങ്ങനെ ഉള്ളതുകൊണ്ട് അപ്പൊ പാടാണ് അങ്ങനെ കളിച്ചിറങ്ങിയപ്പോഴത്തേക്കും വന്ന പടമാണ്. ഇത് എന്റെ കല്യാണത്തിന്റെ സമയത്തും എന്റെ ഇവിടെയൊക്കെ ഈ വെള്ളം കളിക്കുന്ന വിഷയം. എന്റെ കല്യാണത്തിന്റെ സമയത്തും അതിന് മുന്നേയും നമ്മൾ എനിക്ക് തോന്നുന്നു 2 വർഷം കൂടുമ്പോഴത്തേക്ക് നമ്മൾ മുകളിൽ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ലാസ്റ്റ് ഇപ്പൊ ചെയ്തിട്ട് വലിയ പ്രശ്നം, അതായത് ഇപ്പൊ റീസെന്റ് മഴ പെയ്തപ്പോഴും നമുക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് മുകളിൽ ഒന്നുകൂടെ പരിക്കിനിടുക, മൊത്തത്തിൽ പരിക്കിനിടണം. അതാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ നമുക്ക് ഇത് മൊത്തത്തിൽ പൊളിച്ചു കളേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇത് പിന്നെ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ എങ്കിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ അടുക്കള മൊത്തത്തിലൊന്ന് തീർച്ചയായിട്ടും മാറ്റുന്നതാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്ത് നമ്മള് നെഗറ്റീവായിട്ട് എടുത്തില്ല. അപ്പൊ ഒരുപാട് പേർക്ക് കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് നമ്മൾ 100% മാനിച്ചേ പറ്റുള്ളൂ. അതെ, നമ്മൾ പാത്രമൊക്കെ നമ്മുടെ ഈ ഒരു ആകെ കുറച്ച് സ്പേസ് ഉള്ളു. ഇപ്പൊ അടുക്കളയുടെ വ്ലോഗ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതിൽ നമ്മൾ ആ സത്യമാണ് പാത്രമൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ വൃത്തിയില്ലാത്തതോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ ചേട്ടായി പറഞ്ഞാണ് റീസൺ. സോ നമ്മള് പരിഹരിക്കുന്നതാണ്. ബാക്ക് ടു നമ്മുടെ കപ്പ ബിരിയാണി. അങ്ങനെ നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നമ്മള് വെള്ളം ഒഴിച്ചു. കണക്കും കാര്യങ്ങളൊന്നും ചോദിക്കും അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കപ്പയ്ക്ക് അനുയോജ്യമായിട്ടുള്ള, കാരണം ഇത് ഒരിക്കലും ഒരു ഫുഡ് വ്ലോഗും ആയിട്ട് നിങ്ങൾ കരുതുകയും ചെയ്യരുത്. അതെ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന നമ്മൾ. പിന്നെ ഒരുപാട് പേര് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴാണെങ്കിലും കുറച്ച് റെസിപ്പി നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ റെസിപ്പി ചോദിക്കാറുണ്ട് ഒരുപാട്. ആക്ച്വലി കൊച്ചുമോൾ ഇതെല്ലാം യൂട്യൂബ് നോക്കിയാണ് ചെയ്യുന്നത്. അതെ, ഞാൻ യൂട്യൂബ് നോക്കിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കപ്പ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്ലോഗ് കണ്ട് റെസിപ്പി മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് യൂട്യൂബിൽ കയറിയിട്ട് കപ്പ ബിരിയാണി റെസിപ്പി മലയാളം എന്ന് പറഞ്ഞു ഇത് നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. അന്നെങ്കിൽ ഇത് മൊത്തം കാണും. നമ്മൾ കണ്ടോ? അപ്പൊ നമ്മള് ഇനി മഞ്ഞൾ പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഉപ്പിടാൻ പോവാം. വേവിക്കണം. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ 2 വിസിൽ വേവിക്കാൻ വെക്കട്ടെ. കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര ചൂട് ചേട്ടാ, ഭയങ്കര ചൂടാ. അതെ, അമ്മ ചായ ഇടാൻ പോണ്. ഇടാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിനും കൂടെ. അതെ, ഭയങ്കര ചൂടാ. ഒന്നാമത്തെ കാരണം നമുക്ക് ഇത്ര ഹൈറ്റിന് താഴെ ആയതുകൊണ്ട് ഭയങ്കര ചൂടാ. ഇനി നമുക്ക് ഏത് ഇത് അന്നിത് പൊളിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ, ഞങ്ങളത് പറഞ്ഞിരിക്കുന്ന വീഡിയോ ഒക്കെ. അങ്ങനെ പക്ഷെ അത് ഓൾറെഡി ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതെ, യെസ്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിട്ട് വെക്കാവേ. അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആകെ ഒരു കുക്കറേ ഉള്ളൂ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി എല്ലാം കൂടെ വേവിക്കാം. ഒരു കുക്കറുണ്ട്, പക്ഷെ അത് ചെറിയ കുക്കർ നമുക്ക് കേറില്ല. ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ അമ്മച്ചി ഇവിടെ സവാള എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മച്ചി ഇരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സവാളയുടെ പേര് മറന്നുപോയി. അതെ, അതായത് അമ്മച്ചി സവാള അറിയാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സവാള എന്നൊരു പേര് പറഞ്ഞിട്ട് അമ്മച്ചി അരിയുകയാണ്. അമ്മച്ചിക്ക് കൊച്ചുമക്ക് മൈക്കില്ല. ചേട്ടായാലും ഞാനാണെന്നിടല്ലോ ഈ സവോള പൊളിക്കാൻ ഞങ്ങക്ക് ഭയങ്കര മടിയാ. ചേട്ടായി അങ്ങനെ പൊളിക്കത്തൊന്നുമില്ല, എല്ലാത്തിനും മടിയാണ്. അതെ ആണ് ഗൈസ്, മടിയാ. എനിക്കെന്ന് വെച്ചാല് അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്പീഡും അരിയാനായിട്ട്. പൊളിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ആ ചേച്ചി അമ്മ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഞങ്ങക്ക് പൊളിച്ചു തരും. ഇപ്പൊ നമ്മള് പറഞ്ഞിപ്പോ എനിക്ക് പറ്റത്തില്ല കേട്ടോ. പിന്നെ മറ്റേ ഒരു ടിപ്പ് എനിക്കറിയത്തില്ല. സവോള മറ്റേ അതെനിക്കറിയത്തില്ല. സവോള പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നീര് വലിയുമ്പോഴത്തേക്ക് അത് പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല സത്യമാണെന്നുള്ളത്. അങ്ങനെ കൊച്ചുമോള് സവാള അറിയാൻ വേണ്ടി പോണേ. അപ്പൊ നേരത്തെ കൊച്ചുമോൾ തന്നെ പറഞ്ഞിരുന്നു സവാള ചെയ്യാൻ വേണ്ടി കൊച്ചുമോൾക്ക് ഭയങ്കര സ്പീഡ് ആണുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ കൊച്ചുമോൾ അരിഞ്ഞു കാണിച്ചത് സവാള. അതെ, അരിഞ്ഞു കാണിക്കാം. ഞാൻ നിങ്ങളൊക്കെ കറുത്ത ഈ വെളുത്ത സാധനം കളയാന്ന് പറയാം. അത് കളയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അത് കഴിക്കുന്നതല്ല, നല്ലതാ അല്ലേ? കഴിക്കുന്നല്ല. ആക്ച്വലി അത് കഴിക്കുന്നത് നല്ലതാന്ന് പറയാം. എനിക്ക് എന്താന്ന് അറിയത്തില്ല, ഞാനത് കളയും. ഞാനതിപ്പോ കളഞ്ഞിട്ട് അരിഞ്ഞു അത്രയും സ്പീഡിലാണ് കൊച്ചുമോള് സവാള അരിയുന്നത്. ഇനി ഞാൻ എന്റെ സ്പീഡ് കാണിച്ചു. ഇനി നെക്സ്റ്റ് ചേട്ടായുടെ സ്പീഡ് കാണിച്ചു തരാം. ചേട്ടായി ഇതിന്റെ സവാള അരിയുമ്പോ ഇങ്ങനെ. അതെ, ഷെഫ്. സ്പീഡ് ചേട്ടായി കേട്ടാ. എല്ലാം വേർപെട്ടാന്നും കൂടെ നോക്കണേ അല്ലേ അമ്മ? അതെ, ഞാൻ അറിയുമ്പോഴത്തേക്ക് സംഭവം അറിയാ. ഓ, കണ്ട ഈവൻലി സ്ലൈസ് അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം അരിഞ്ഞോ? മൊത്തം അരിഞ്ഞില്ല. ഇനി അമ്മച്ചിക്ക് കാണാൻ സ്പീഡ് നോക്കട്ടെ. അമ്മക്ക് ഇങ്ങനെ ബോളെ വെച്ച് അറിയാൻ പാടില്ല. നമുക്ക് കറക്റ്റ് ഷെഫിന്റെ ഒക്കെ കണ്ട കൈയൊക്കെ പ്രൊഫഷണൽ ആയിട്ട് വെക്കുന്ന രീതിയിൽ അറിയണം. എനിക്ക് അമ്മച്ചി സവാള അരിഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ സവാള എടുക്കും,
എനിക്ക് കാണാൻ ഇഷ്ടമല്ല അങ്ങനെ. 10 8 8 പണ്ട് ചെറുപ്പത്തിലേ, അതായത് ഇപ്പോഴൊന്നും അല്ല, ഞാൻ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് വെച്ച് മുട്ടക്കറി ഉണ്ടാക്കും, ഈ കടലക്കറി ഉണ്ടാക്കും. മുട്ടക്കറി കടലക്കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഇഷ്ടം എന്താ ചെയ്യുന്നറിയാവാ, ഞങ്ങള് രാവിലെ കറിന്ന് സവാള എടുത്ത് മാറ്റും. കാരണം തമാശ പറഞ്ഞല്ല, അതെ അമ്മയുടെ ഒരു സവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇത്ര ഉണ്ടാവും. സീരിയസ്ലി പറഞ്ഞത് കേട്ടാ, മുട്ടക്കറിയിൽ ഒരു സവാള ഇത്ര ഉണ്ടാവും, കടലക്കറി അത് ചോദിച്ചു നോക്കല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന അല്ല, കളിയാക്കുന്നല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞതാ. അല്ല ഇച്ചിരി വലിപ്പം കൂടുതലാണെന്നല്ലേ ഉള്ളൂ, അത് ചെറുപ്പത്തിൽ ഇതിനേക്കാൾ വലിപ്പം കൂടുതലായിരുന്നു. അത് മറ്റേ പിന്നെ 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 അതിന്റെ വലിപ്പം കുറഞ്ഞു വന്നത്. ആക്ച്വലി നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ നമ്മുടെ കപ്പ ഊറ്റി എടുത്തിട്ടുണ്ട് അല്ലേ? ഊറ്റി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ? ഇനി നമുക്ക് ബീഫ്, നമ്മുടെ എല്ല് വേവിക്കാൻ വെക്കാം. അവസാനം അതിന്റെ മസാല എല്ലാം നമ്മള് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മസാല, പിന്നെ സവോള പെട്ടെന്ന് ഇട്ടോ. ആദ്യം ബീഫല്ലേ ഇടുന്നേ? ആദ്യം ബീഫ്. ഓക്കെ, അത് നമുക്ക് ബീഫ് കഴുകിയിട്ട് നേരെ അതിനകത്തോട്ട്. ബീഫല്ല, എല്ലാണ്. ചിലര് ബീഫ് ഇടും കേട്ടോ. നമ്മളിവിടെ ഇതിനകത്ത് ചെറിയ മജ്ജയും മാംസവും ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ഇതെല്ലാം കണ്ട ഇറച്ചിയും ഇറച്ചിയുണ്ട്, ഇറച്ചിയുണ്ട്, എല്ലും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് നല്ല നല്ല ഇറച്ചിയാ കേട്ടോ, അത് നല്ല എല്ല. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, മസാല മീറ്റ് മസാലയാണേ. മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതേ നമ്മള് ചതച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത്. ഇല്ല ഇടത്തില്ല. ഇനി ഇതേ വേപ്പില നമ്മുടെ വീട്ടിലെ വേപ്പിലയാണ്. ഇത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം, കുറച്ചധികം കടന്നോട്ടെ. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ ഇത് ചേർക്കാം കേട്ടോ, കുറച്ച് ഉലുവ ചേർക്കുവേ, സവാളയും കൂടെ നമ്മള് അരിഞ്ഞ് വെച്ചേക്കുന്നു. ഇനി നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് വിസിൽ, നമ്മളൊരു 5 വിസിലോളം കേൾപ്പിക്കും, നന്നായിട്ട് വേഗം. ഇനി കപ്പായിട്ട് നമ്മൾ ഉടച്ചെടുക്കും. പിന്നെ വേറൊരു അരപ്പും കൂടെ ചേർക്കണം, അതിന്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് തേങ്ങയുടെ ചെറിയൊരു അരപ്പും കൂടെ ചേർക്കണം. ഇത് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് തിരുമ്മി പിടിക്കണം, കൈകൊണ്ട് തന്നെ തിരുമിട്ട് നേരെ നമ്മൾ കുക്കറിലിട്ട് 5 വിസിൽ നമ്മളെ വേവിനനുസരിച്ചുള്ള വിസിലും കൂടെ കേൾപ്പിക്കണം. കണ്ടത് നന്നായിട്ട് പെരട്ടണേ, നല്ലപോലെ പെരട്ടി എടുത്തിട്ട് നമുക്ക് ഇനി വിസിൽ. ഇതാണ് കൊച്ചുമോള് പറഞ്ഞ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട്. ഇതിൽ നമ്മൾ തേങ്ങ, കുരുമുളക്, പെരിഞ്ചീരകം, ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ചെറിയൊരു പാനിലിട്ട് ചെറിയതായിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതായത് ഒരുപാട് കരിഞ്ഞു പോകുന്നതല്ല, ഒരു ബ്രൗൺ കളറായിട്ട് വറുത്തെടുത്തിട്ട് മൂപ്പിച്ചിട്ട് നന്നിട്ട് അരച്ചെടുക്കുക. ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് ഇനി നമ്മൾ കുക്കറിൽ ഇറച്ചി വെന്ത് വരുമല്ലോ, ഇറച്ചി വെന്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് ചേർത്ത് ഇളക്കിയിട്ട് വേണം കപ്പ മിക്സ് ചെയ്യാൻ. പിന്നെ ഞാനതൊന്ന് വറുത്തിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട നമ്മുടെ ആ എല്ലിങ്ങനെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം ചേർക്കാണ്ട് അരച്ച് വെച്ച അരപ്പാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇനി ആദ്യ അരപ്പ് ഇനി നമുക്ക് ഈ അരപ്പ് ഇട്ടിട്ട്, അല്ലല്ല ഞാൻ ഇളക്കാൻ വേണ്ടിട്ട് എടുത്തതാ. മിക്സിയുടെ വായനേക്കാൾ വലുതാണ് ഈ തവി ആക്ച്വലി. അതെ, നമ്മള് ഈ അരപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം. ഇനി നമ്മൾ ആ കപ്പയും കൂടി ഇട്ടിട്ട് നല്ലപോലെ, ഇല്ല ഇനി ജസ്റ്റ് എല്ലാം കൂടിയിട്ട് കൂട്ടി ഇങ്ങനെ എടുത്താൽ മതി. നല്ല മണം വരുന്നുണ്ട്, പിന്നെ നല്ല സ്മെല്ല. ഇനി നമുക്ക് ഇതിലോട്ട് കപ്പ പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഒരു തടിയുടെ ഒരു ഇത് കൊണ്ട് നമ്മളിനി ഇത് ഉടച്ച് ഫുൾ ഇടുവേ, കുറച്ചും ചേർത്തതാ. ഇനി നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് കാണിച്ചിടാവേ. അപ്പൊ അതേ നമ്മുടെ എന്താ കപ്പ എല്ലാം കപ്പയും റെഡി ആയിട്ടുണ്ട്. അതെ, എനിക്ക് കഴിക്കാൻ പറ്റാത്ത വിവരം അറിയിച്ചോളൂ. ഒരു ഇത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു. നമ്മളിപ്പോ സ്ഥിരം ചെയ്യുന്നോണ്ട് ചൂടാണേ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഓയിൽ ഇല്ലെന്നുള്ളതാണ് അല്ലേ? എങ്ങനെ കഴിക്കണം അറിയാം. ഇത് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട്, നമ്മൾ പച്ച സവാള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടെ മുകളിൽ ഒഴിക്കണം. ഓ നല്ല ചൂട്. ഞാൻ തന്നെ ചെയ്യുന്ന ടേസ്റ്റ് ഉണ്ടല്ലേ? പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ എല്ലാവർക്കും. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ കൊള്ളാൻ തന്നെ, നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കിയത് പോലെ. അപ്പം എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ബൈ.